Welcome to Iris Castle Diaries. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ചസ് അതേപോലെ ടെൻഷൻ നിറഞ്ഞ ലൈഫ് സ്റ്റൈലൊക്കെ കൂടി തന്നെ ചെറുപ്പക്കാരിൽ പോലും കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് അകാല നര, മുടി കൊഴിച്ചിൽ, മുടിക്കുള്ള ബലക്കുറവ് ഇവയൊക്കെ. ഇതിനൊക്കെയുള്ള ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. റെഗുലർ ആയിട്ട് അതേപോലെ പ്രോപ്പർ രീതിയിൽ ഈ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 വീക്ക് കഴിയുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ചേഞ്ചസ് ഫീൽ ചെയ്യുന്നതാണ്. വിത്തിൻ 30 ഡേയ്സ് നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തീർച്ചയായും ലഭിക്കും. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കാൻ പോകുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് കാച്ചിയെടുക്കാനും സാധിക്കും. എന്നാൽ നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യമായി ഇതിലേക്ക് വേണ്ടത് ഹെന്ന എന്ന് വിളിക്കുന്ന മൈലാഞ്ചിയാണ്. തലമുടിക്ക് നിറം പകരുന്നു, അതേപോലെ മുടിയുടെ വളർച്ചയും ആരോഗ്യവും പരിപോഷിപ്പിക്കുന്ന ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഇലകളാണ് ആദ്യമായി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. പ്രത്യേകിച്ചും ഈ കറിവേപ്പിലയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ മുടി ശക്തി വർദ്ധിക്കുകയും അതേപോലെ മുടിയുടെ വളർച്ച മെച്ചപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും മൈലാഞ്ചി ഇലയും പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഉതിർത്തെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ പല ഉൽപ്പന്നങ്ങളും വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഗുണം ചെയ്യുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു എണ്ണ. അങ്ങനെ മൈലാഞ്ചി ഇലയും കറിവേപ്പിലയും ഉതിർത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് അമ്മിക്കല്ല് യൂസ് ചെയ്ത് ചെയ്യാം. ഇനി അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മിക്സി ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കറിവേപ്പിലയും മൈലാഞ്ചി ഇലയും ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരുമിച്ച് വേണം അരച്ചെടുക്കാൻ. അപ്പം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ആരോഗ്യമുള്ള മുടിക്കും അതേപോലെ വേഗത്തിൽ മുടി വളരുന്നതിനും കറിവേപ്പില ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ വളരെ നല്ലതാണ്. മുടിയിൽ പതിവായിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയെ പോഷക സമൃദ്ധമാക്കാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയുകയും മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹെന്ന അല്ലെങ്കിൽ മൈലാഞ്ചി ഇല ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നരച്ച മുടിക്ക് കൂടുതൽ ഡാർക്ക്നെസ് നൽകാനും അതേപോലെ നീളമുള്ളതും ആരോഗ്യകരവുമായ മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. അകാല നരയുടെ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യും. അങ്ങനെ ഇതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ എടുത്ത പേസ്റ്റിന് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെന്തിനാന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഓയിൽ കാച്ചുമ്പോൾ ഇങ്ങനെയുള്ള പേസ്റ്റ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാച്ചി വെച്ച എണ്ണയിൽ നിന്ന്. ഇപ്പോൾ ഈ ബോൾ രൂപത്തിലാണ് നമ്മളത് ഇടുന്നതെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യാനും ഓയിലിലേക്ക് കൂടുതൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും അതേപോലെ പെട്ടെന്ന് നമുക്കിത് ഫിൽട്ടർ ചെയ്തെടുക്കാനും സാധിക്കും. ബോൾസ് ആയതുകൊണ്ട് തന്നെ അത് കോരി മാറ്റിയെടുത്താൽ പെട്ടെന്ന് ഫിൽട്രേഷൻ നടക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ബോൾസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ബോൾസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി 1 കപ്പ് ഓയിലിൻ്റെ അളവിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് എണ്ണ കാച്ചിയെടുക്കാൻ പോകുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശുദ്ധമായ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആരോഗ്യത്തിന് നല്ലത്. ചീനച്ചട്ടിയിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുറച്ചായി ഉണ്ടാക്കി ഉപയോഗിച്ച് തീരുമ്പോൾ മാറ്റി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലായിട്ട് എടുത്ത് തയ്യാറാക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് എണ്ണ കാച്ചിയെടുക്കാൻ തുടങ്ങാം. ഇതിലെ ജലാംശം വറ്റാൻ വേണ്ടിയാണ് എണ്ണ ചൂടാവുന്നത് മുന്നേ തന്നെ ആദ്യം തന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ടാവും. നല്ലപോലെ തിളച്ച് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ കൃത്യമായൊരു സമയം അല്ലെങ്കിൽ പാകം കറക്റ്റായോ എന്നറിയാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. തുളസി ഇല ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് അതൊന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതൊരു പൊട്ടുന്ന സൗണ്ട് വരികയാണെങ്കിൽ ആ ഒരു ഇത് എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പാകം കറക്റ്റായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓയിൽ സെറ്റായിരിക്കുകയാണ്. ഇനി ബോൾസ് ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിയ ഓയിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും മുടിയുടെ അകാല നര പോലെയുള്ള പല പ്രശ്നങ്ങളും ഒഴിവാകുന്നത് തിരിച്ചറിയാൻ സാധിക്കും.
ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. പ്രത്യേക ഒരു ദിനചര്യ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ യൂഷ്വലായിട്ട് ചെയ്യുന്നത്, കുളിക്കുന്നത്, എപ്പോഴാണോ ആ ഒരു ടൈം, അതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഈ ഒരു എണ്ണ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലൊക്കെ നല്ലപോലെ വിരലുപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ അഥവാ പറ്റിയില്ലെങ്കിൽ തന്നെ അരമണിക്കൂറെങ്കിലും മിനിമം ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ കഴുകിക്കളയാവൂ. എങ്കിലേ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് ഇതിന് ലഭിക്കുകയുള്ളൂ. 30 days ചലഞ്ച് ആയിട്ട് ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് മനസ്സിലാവുന്നതാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രൊഡക്ട്സിലും ചിലപ്പം ഉയർന്ന അളവിൽ കെമിക്കൽസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടാകും. അതിൻ്റെ ഉപയോഗം മൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണത്തിലേറെ ചിലപ്പം ദോഷങ്ങളായിരിക്കും ആരോഗ്യപരമായി വരുത്തി വയ്ക്കുന്നത്. അതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ നാച്ചുറൽ മെത്തേഡിലൂടെ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് ശീലിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ ഒന്നും തരില്ലെങ്കിലും ഗ്രാജുവലി നമുക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നതാണ്. എത്രയോ ബെറ്ററാണ് ഈ ഒരു മെത്തേഡിലൂടെ ഹെയറിനെ പ്രിസർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. Thanks for watching. Thank you.